ഞാനിത് എടുത്തോട്ടെ. എന്തിനാ ധൃതിപ്പെടുന്ന? ഇത് നിനക്ക് തന്നെയാ. ഓ അത് ശരി. ആദ്യം എന്റെ ഒരു ചെറിയ പ്രശ്നം സോൾവ് ചെയ്ത് തരണം. അതാണോ കാര്യം? അല്ലെങ്കിൽ എന്നെ തേടി വരില്ലല്ലോ. നാളെ എന്റെ പരീക്ഷയാ. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നന്നായി പഠിച്ചൂടെ? നിറയെ പോയംസ് പഠിക്കാനുണ്ട്. പഠിക്കുന്ന ഒന്നും എന്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് വേണ്ടി ഞാൻ എക്സാം എഴുതാൻ പറ്റുമോ? നീ എനിക്ക് ആ പോയംസ് ഒക്കെ കോപ്പി അടിച്ച് തന്നാൽ ഞാൻ അതൊക്കെ എക്സാമിൽ കോപ്പി അടിച്ചോളാം. എന്താ, നിനക്ക് സമ്മതാണോ? ഞാൻ എഴുതി തരില്ല, നീ തന്നെ എഴുതണം. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാൻ ഇതൊക്കെ ബഹായിട്ട് ചെയ്യാൻ എത്ര ദിവസം ആവുന്നറിയോ? അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. നീ ആദ്യം എഴുത്, അത് ഞാൻ ചെറുതാക്കി തരാം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ അത് എഴുതാൻ കുറെ നേരമാവല്ലോ. അത് നിന്റെ തലയിൽ എഴുതി. നീ ഐസ്ക്രീം കഴിക്കട്ടെ? ഇല്ല, ഇപ്പൊ ഞാൻ വിടില്ല. ഇത് മഹാ കുഴപ്പമായല്ലോ. ആദ്യം ഞാൻ പറയുന്നത് ചെയ്യ്, പിന്നെ നോക്കാം. ഇനിയിപ്പോ നിന്റെ ഇഷ്ടം. ഞാൻ ഇതൊക്കെ എഴുതി തീരുന്നവരെ നീ ഇത് തൊടാൻ പാടില്ല. ഹേയ്, പറഞ്ഞാ കേക്കൂലേ? എന്തിനാ ആക്രാന്തം കാണിക്കുന്നത്? ഞാൻ ഇപ്പൊ എഴുതി തരും. വെയിറ്റ് ചെയ്. ഇനി എത്ര നേരം ആകും? ഞാൻ എന്റെ ഹോംവർക്ക് എഴുതാൻ പോലും ഇത്രയും നേരം എടുത്തിട്ടില്ല. വല്ലാത്ത ക്ഷീണം. ഹേയ്, ഞാൻ എഴുതി കഴിഞ്ഞു. വേ എഴുന്നേക്ക്. നിന്നോടല്ലേ പറയുന്നേ? കാത് കേക്കുന്നില്ലേ? ഐസ്ക്രീം കഴിക്കണ്ടേ? ആദ്യം നിന്റെ മാജിക് കാണിക്ക്. വെരി ഗുഡ്. പോയം എക്സാമിൽ ഞാനായിരിക്കും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവുന്നത്. അതെവിടെ പോയി? അയ്യോ, ഞാനത് കൊണ്ടുവരാൻ മറന്നു. ലീന, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യോ? മായക്കണ്ണനല്ലേ നിനക്ക് കോപ്പി അടിക്കാൻ പേപ്പർ റെഡിയാക്കി തന്നത്? അതെ, ഞാൻ ആ പേപ്പർ വീട്ടിൽ വെച്ച് മറന്നു. ബിറ്റ് പേപ്പർ വീട്ടിലാ ഉള്ളത്. ദയവ് ചെയ്ത് മായക്കണ്ണനോട് ഒന്ന് എടുത്തിട്ട് വരാൻ പറയോ? എനിക്കിപ്പോ എങ്ങനെയാ മായക്കണ്ണനെ കാണാൻ പറ്റാ? ഫോൺ ചെയ്ത് എടുത്തിട്ട് വരാൻ പറയൂ. ഹലോ ലീനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മേ. എനിക്ക് പൂച്ചക്കുട്ടീനെ കാണണം തോന്നി. അതിനു വേണ്ടി ഞാൻ ഫോൺ ചെയ്തത്. അതിനൊന്ന് വിളിക്കോ അമ്മേ? ഒരു മിനിറ്റ് ഇരിക്കും മോളെ. പൂച്ചക്കുട്ടി, നിനക്കാ ഫോൺ. സംസാരിക്കേ. പൂച്ചക്കുട്ടി ഫോണിൽ സംസാരിക്കുന്നു. വിശ്വസിക്കാനേ വയ്യ. ശരിക്കും നീ കോപ്പി അടിക്കാനുള്ള പേപ്പർ കൊടുത്തില്ലേ? അത് അവൻ വീട്ടിൽ വെച്ച് മറന്നുപോയി. വേഗം കൊണ്ടുവാ. രണ്ടുപേരും എന്താ സംസാരിക്കുന്നത്? ഒന്നല്ലേ, പൂച്ചക്കുട്ടിയുടെ വോയിസ് കേൾക്കാൻ വേണ്ടിയാ. ഞാൻ വെച്ചോട്ടെ. ഈ കാലത്തെ കുട്ടികളെ മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസാ. മായക്കണ്ണൻ ഇനി എത്തിയില്ലല്ലോ. വിഷമിക്കണ്ട, അവളെ ഇപ്പൊ ഇങ്ങോട്ട് വരും. അയ്യോ, മിസ് വന്നല്ലോ. ഇന്ന് ഞാൻ കുടുങ്ങിയത് തന്നെ. നാറുന്ന സോക്സിൽ എന്റെ മാജിക് പേപ്പർ ഇട്ടു. എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നിയല്ലോ എനിക്ക്. ഒരു പക്ഷെ വെറും തോന്നലായിരിക്കും. ശരി മിസ്. അയ്യോ, സമയം ആയിക്കൊണ്ടിരിക്കുന്നല്ലോ. മായക്കണ്ണ, ഒന്ന് വേഗം വാ. ഈ പോയമാണോ? എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞാനിത് കൊറേ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. എപ്പോഴത്തെ പോലെ അവൻ പേപ്പറിൽ പടം വരയ്ക്കാൻ പോകുന്നു. സമയം കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ പേപ്പർ തന്നോളൂ.
കഴിഞ്ഞ ഉടനെ എന്നെ വന്ന് കാണണം ജെറി. എന്നെ വിശ്വസിക്കണം മിസ്, ഞാൻ ഒന്നും കോപ്പി അടിച്ചിട്ടില്ല. അപ്പൊ നിന്റെ കയ്യിലുണ്ടായിരുന്ന ബിറ്റ് പേപ്പർ ആരുടേതാ? അത് എന്റേതാ, പക്ഷെ ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക. അതിനടുത്ത ലൈൻ എന്താന്ന് പറയൂ. ആദ്യം തയ്ക്കും പിന്നെ മധുരിക്കും. കൊള്ളാലോ, നന്നായി പറഞ്ഞു നീ. ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ കോപ്പി എഴുതിയത് എത്ര നന്നായി. അതുകൊണ്ട് എനിക്ക് എല്ലാം ഓർമ്മയുണ്ടായി. ഞാൻ നിനക്ക് മാർക്ക് തരുന്നു. എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടി. ജെറി, അടിപൊളി. ഏ, ഏ.